നമസ്കാരം. നമ്മൾ കഴിഞ്ഞ സെഷനുകളിലായിട്ട് അയണിക് ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ആസിഡുകളും ബേസുകളെയൊക്കെ പറ്റിയുള്ള കൺസെപ്റ്റ് ആണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത്. എന്താണ് അറീനിയസ് തിയറി, എന്താണ് ലൗറി ബ്രോൺസ്റ്റഡ് തിയറി, എന്താണ് ലൂയിസ് കൺസെപ്റ്റ്, ഇങ്ങനെ തുടങ്ങിയ കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ അറീനിയസ് തിയറി എന്ന് പറയുന്നത് H+ ഡോണേഴ്സിനെയാണ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അറീനിയസ് തിയറി പ്രകാരം ബേസുകൾ എന്ന് വെച്ചാൽ എന്താണ്, OH- ഡോണേഴ്സിനെയാണ് ബേസുകൾ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫക്ട് ഓഫ് സോൾവെന്റ് സ്ട്രെങ്ത് ഓൺ അസിഡിക് ആൻഡ് ബേസിക് നേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ആസിഡിലും ഒരു ബേസിലും സോൾവെന്റുകൾക്കുള്ള ഇൻഫ്ലുവൻസ് എന്താണ്. ഇപ്പോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ആണ് നമുക്കറിയാം, പക്ഷേ അസറ്റിക് ആസിഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ നൈട്രിക് ആസിഡ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ നൈട്രിക് ആസിഡും ബേസിക് സ്വഭാവം കാണിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കുറെ അധികം കേസുകളാണ് നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് നോക്കാം. ഇപ്പോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്താ? CH3COOH. ഈ അസറ്റിക് ആസിഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അസറ്റിക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അസറ്റിക് ആസിഡ് ഡികമ്പോസ് ചെയ്ത് CH3CO- H+മായി മാറും. ഈ H+ വാട്ടറിനോടൊപ്പം ചേർന്ന് H3O+ അയോൺസ് ആയിട്ട് മാറും. H3O+ അയോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോണുകൾ എന്ന് പറയുന്നത്. പ്ലസ് ബാക്കി എന്തുണ്ട്? CH3CO- അയോണുകളുണ്ട്. CH3CO- അയോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റേറ്റ് അയോണുകൾ. അപ്പൊ ഇവിടെ നോക്കുക, CH3COH H+നെ കളയുകയാണ്. സോ CH3COH എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ആസിഡ് ആയിരിക്കും അല്ലെ. H+ ഡോണേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ടർ ഈ H+നെ വാങ്ങിക്കുകയാണ്. H+നെ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബേസുകൾ എന്ന് വിളിക്കാം. ഇത് ഏത് കൺസെപ്റ്റ് ആയിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ സെഷനിൽ ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തായിരുന്നു. H+ ഡോണേഴ്സ് ആസിഡ് എന്നും H+ അക്സെപ്റ്റേഴ്സിനെ ബേസ് എന്ന് വിളിക്കുന്ന കൺസെപ്റ്റ് ആണ് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ CH3COH ആസിഡ് ആണ്, വാട്ടർ എന്ന് പറയുന്നത് ബേസ് ആണ്. ഇനി ഞാൻ ഒരു ബീക്കറിൽ അസറ്റിക് ആസിഡ് എടുക്കുകയാണ്. ഒരു ബീക്കറിൽ എന്തെടുക്കുന്നു? അസറ്റിക് ആസിഡ് എടുക്കുന്നു. സോൾവെന്റ് ആയിട്ട് അസറ്റിക് ആസിഡ് എടുക്കുന്നു. സാധാരണ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? വാട്ടർ ആണ്. ഞാനൊരു ബീക്കറിൽ അസറ്റിക് ആസിഡ് എടുക്കുന്നു. ഈ അസറ്റിക് ആസിഡിലേക്ക് മറ്റൊരു ആസിഡ് ഒഴിക്കുകയാണ്. HA എന്ന് പറയുന്ന ഒരു ആസിഡ് ഒഴിക്കുകയാണ്. HA എന്ന് പറയുന്ന ഒരു ആസിഡ് ഒഴിക്കുകയാണ്. HA എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം? HCl ആവാം, HNO3 ആവാം, H2SO4 ആവാം, H3PO4 ആവാം. ഇങ്ങനെയുള്ള ആസിഡുകൾ ഏത് വേണോ ആവാം. H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആവാം, ഏത് ആസിഡ് വേണോ ആവാം. അതിനെല്ലാം ജനറൽ ആയിട്ട് എല്ലാ ആസിഡിലും H ഉള്ളത് കൊണ്ട് ഞാൻ എന്തെന്ന് കൊടുത്തു? ആസിഡുകൾക്കെല്ലാം പകരം ജനറൽ ആയിട്ട് എന്തെന്ന് കൊടുത്തു? H എന്ന് കൊടുത്തു. അപ്പൊ H എന്ന് പറയുന്ന ഒരു ആസിഡിനെ അസറ്റിക് ആസിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മള് ആ റിയാക്ഷൻ എഴുതാണ്. അസറ്റിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? CH3COOH ആണ്. CH3COOHലേക്ക് ഒരു ആസിഡിനെ ഒഴിക്കുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ഇൻ അസറ്റിക് ആസിഡ്, ഡിസോസിയേഷൻ ഓഫ് സ്ട്രോങ്ങർ ആസിഡ്സ് ഇൻ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിലേക്ക് അസറ്റിക് ആസിഡിനെക്കാളും വീര്യമുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ആസിഡിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അസറ്റിക് ആസിഡിനെക്കാളും വീര്യമുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ആസിഡാണ് H എന്ന് പറയുന്നത്. H എന്ന് പറയുന്ന ആസിഡിനെ CH3COH ഒഴിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അറിയേണ്ട കാര്യം, HA എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആസിഡ് ആണ്. ആരെക്കാളും? അസറ്റിക് ആസിഡിനെക്കാളും. അപ്പൊ അസറ്റിക് ആസിഡ് ഒരു കാരണവശാലും H+നെ കളയില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഏതാണോ അത് മാത്രമേ എന്തിനെ കളയത്തുള്ളൂ? H+നെ കളയത്തുള്ളൂ. ഇപ്പോ HAക്ക് പകരം നൈട്രിക് ആസിഡ് ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ HAക്ക് പകരം സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ HAക്ക് പകരം സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് H2SO4 ആണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയുള്ള ഏത് ആസിഡ് വന്നു കഴിഞ്ഞാൽ ആ ആസിഡുകളെല്ലാം അസറ്റിക് ആസിഡിനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ ആ ആസിഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പൊ HA ഡീകമ്പോസ് ചെയ്ത് H+ഉം A- മാറാം. അപ്പോ HA എന്ന് പറയുന്ന വസ്തു ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം A- ആയി മാറി. ഈ H+നെ അസറ്റിക് ആസിഡ് വാങ്ങിച്ചേ മതിയാവത്തുള്ളൂ. കാരണം എന്നാൽ മാത്രമേ ഈ ഇവിടെ ഒരു എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെ ഈ അസറ്റിക് ആസിഡ് എന്ത് ചെയ്യത്തുള്ളൂ? ഡിസോൾവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആസിഡും അസറ്റിക് ആസിഡും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? റിയാക്ഷൻ പങ്കെടുക്കത്തുള്ളൂ.
അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾ അസറ്റിക് ആസിഡിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയിട്ടുള്ള HA അസറ്റിക് ആസിഡിലോട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് HA എന്ന് പറയുന്നത് അസറ്റിക് ആസിഡിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യണമെങ്കിൽ HA എന്ത് ചെയ്യണം? H+ഉം A- ആയി മാറണം. ഈ H+നെ ആര് വാങ്ങിച്ചേ മതിയാവൂ? CH3COH വാങ്ങിച്ചേ മതിയാവത്തുള്ളൂ. അപ്പൊ എന്താവും CH3COH എന്നുള്ളത്? CH3COO Hന്റെ കൂടെ ഒരു H കൂടെ വന്നാൽ എന്താവും? H2+ ആവും അല്ലേ? H2+ ബാക്കി ആരുണ്ട്? A- ഇവിടെ ഇപ്പോ H+നെ ഡൊണേറ്റ് ചെയ്ത ആരാണ്? HA ആണ് ഇവിടുത്തെ HA ആണ് ഇവിടെ H+നെ ഡൊണേറ്റ് ചെയ്ത് H+നെ ഡൊണേറ്റ് ചെയ്തത് കൊണ്ട് HA എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. ഈ HAയിൽ നിന്ന് H+നെ വാങ്ങിച്ചത് ആരാണ്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് അതുകൊണ്ട് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ബേസ് ആയി ആക്ട് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡ് സ്വഭാവം കാണിക്കുന്ന വസ്തുവാണ്. പക്ഷേ അസറ്റിക് ആസിഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആസിഡ് അസറ്റിക് ആസിഡിനേക്കാൾ സ്ട്രോങ്ങർ ആസിഡ് ആണെങ്കിൽ ആ സ്ട്രോങ് ആസിഡ് ആയിരിക്കും എപ്പോഴും അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അസറ്റിക് ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസിക് ആയിട്ട് ആക്ട് ചെയ്യും. പറഞ്ഞു വന്ന കൺസെപ്റ്റ് കിട്ടിയല്ലോ. അസറ്റിക് ആസിഡ് is an acid, but acetic acid will act as a base in presence of another acid which has more strength than the acetic acid. ഈ HA എന്ന് പറയുന്നത് ആരൊക്കെ വരാം? HClO4 വരാം, അല്ലെങ്കിൽ HBr വരാം, അല്ലെങ്കിൽ H2SO4 വരാം, അല്ലെങ്കിൽ HCl വരാം, അല്ലെങ്കിൽ HNO3 വരാം. പക്ഷെ ഇതിന്റെ എല്ലാം അസിഡിക് സ്ട്രെങ്ത് ഒരേപോലെ അല്ല. ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് ഉള്ളത് HClO4-നാണ്. അതിനേക്കാളും കുറവ് അസിഡിക് സ്ട്രെങ്ത് ആണ് HBr-ന്. അതിനേക്കാളും കുറവ് അസിഡിക് സ്ട്രെങ്ത് ആണ് H2SO4-ന്. അതിനേക്കാളും കുറവ് അസിഡിക് സ്ട്രെങ്ത് ആണ് HCl-ന്. അതിനേക്കാളും കുറവ് അസിഡിക് സ്ട്രെങ്ത് ആണ് HNO3. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു വസ്തുവിനെ ആസിഡിക് ആണ് എന്ന് നമുക്ക് പറയാം. എപ്പോഴും അസിഡിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു വസ്തു അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡിലാണ് നമ്മൾ ഡിസോൾവ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ വസ്തു എന്തായിട്ട് ആക്ട് ചെയ്യാം? ബേസിക് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോ HBr-ഉം H2SO4-ഉം നമ്മൾ എടുക്കുകയാണ്. രണ്ടും അസിഡിക് ആണ്. പക്ഷെ HBr-ഉം H2SO4-ഉം എടുക്കുകയാണെങ്കിൽ HBr-ന് സ്ട്രെങ്ത്, അസിഡിക് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് HBr ആസിഡ് ആയിട്ടും H2SO4 എന്തായിട്ടും ആക്ട് ചെയ്യും? ബേസിക് ആയിട്ട് ആക്ട് ചെയ്യും. H2SO4 സ്ട്രോങ്ങർ ആസിഡ് ആയിട്ട് പോലും H2SO4-നേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള HBr-ന്റെ പ്രസൻസിൽ H2SO4 എടുത്തു കഴിഞ്ഞാൽ H2SO4 ബേസിക്കും HBr എന്തുമായിട്ട് ആക്ട് ചെയ്യും? അസിഡിക്കുമായിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. H2SO4 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. പക്ഷേ കമ്പയർഡ് ടു HCl, H2SO4 ഹാസ് മോർ സ്ട്രെങ്ത് അല്ലെ? H2SO4-ന് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് H2SO4 HCl-ഓട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവിടെ HCl ബേസിക് ആയിട്ടും H2SO4 എന്തായിട്ട് ആക്ട് ചെയ്യും? അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാ വസ്തുക്കളും എപ്പോഴും അസിഡിക് ആകണമെന്നില്ല. എല്ലാ വസ്തുക്കളും എപ്പോഴും ബേസിക് ആകണമെന്ന് നിർബന്ധമില്ല. ഒരു വസ്തു അസിഡിക് ആകണമോ ബേസിക് ആകണമോ എന്ന് തീരുമാനിക്കുന്നത് അത് ഏത് സോൾവെന്റിലാണ് എടുത്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും. നമുക്ക് വേറെ ചില, ഇപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ പറഞ്ഞത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സോൾവെന്റിൽ വേറൊരു ആസിഡിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോ ഡിസോസിയേഷൻ ഇൻ ലിക്വിഡ് അമോണിയ. ഡിസോസിയേഷൻ ഇൻ ലിക്വിഡ് അമോണിയ. ഇവിടെ നമ്മൾ ഏതാണ് സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്? ലിക്വിഡ് അമോണിയ ആണ് ഇവിടെ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അമോണിയ എന്ന് പറയുന്ന സോൾവെന്റ് ഞാൻ എടുക്കുന്നു. അമോണിയ എന്ന് പറയുന്ന സോൾവെന്റ് എടുക്കുന്നു. അതിലേക്ക് ഞാൻ ഇതേ ആസിഡ് അസറ്റിക് ആസിഡിനെ ഒഴിക്കാൻ പോവുകയാണ്. അസറ്റിക് ആസിഡ് CH3COOH-നെ ആഡ് ചെയ്തു. ഓക്കെ ആണ്. CH3COH-നെ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അസറ്റിക് ആസിഡ്, അമോണിയ. അമോണിയക്ക് അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും ഉണ്ട്. പക്ഷെ അമോണിയ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡുമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തുള്ളൂ. അപ്പോ അസറ്റിക് ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവിടെ അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യും, ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? H+നെ ഡൊണേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അസറ്റിക് ആസിഡ് H+നെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ CH3COO- H+ ആയി മാറും. ഈ H+നെ ആര് പിടിച്ചെടുക്കും? NH3 പിടിച്ചെടുക്കും. NH3 H+ ചേർന്നാൽ എന്താവും? NH4+ ആവും. പ്ലസ് ബാക്കി ആരുണ്ട്? CH3CO- ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. നോർമലി ഓർഗാനിക് ആസിഡുകളെല്ലാം വീക്ക് ആസിഡ്. ഓർഗാനിക് ആസിഡുകളും ഉണ്ട്, മിനറൽ ആസിഡുകളും ഉണ്ട്. ആസിഡുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഓർഗാനിക് ആസിഡുകളും ഉണ്ട്, മിനറൽ ആസിഡുകളും ഉണ്ട്. ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത് ഈ അസറ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ടർട്ടാറിക് ആസിഡ്, അങ്ങനെയുള്ള ആസിഡുകൾ, അതായത് ഫ്രൂട്ട്സിൽ ഒക്കെ കാണപ്പെടുന്ന ആസിഡുകളാണ്
നമ്മൾ പറയുന്ന ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. മിനറൽ ആസിഡുകൾ എന്ന് പറയുന്നത് ഈ HCl, H2SO4, HNO3 തുടങ്ങിയ തരം ആസിഡുകളാണ് ഏതിൽ വരുന്നത്? മിനറൽ ആസിഡുകളിൽ വരുന്നത്. അപ്പോ ഈ അമോണിയ എന്ന് പറയുന്നത് ബേസിക് ആണ്. അമോണിയയിലേക്ക് ഏത് ആഡ് ചെയ്യുന്നു? അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അസറ്റിക് ആസിഡ് അസിഡിക് ആണ്. അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആണ്. അമോണിയ എന്ന് പറയുന്ന വസ്തുവിലേക്ക് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡിലെ H+ അമോണിയ പിടിച്ചെടുക്കുകയും NH4+ ആയി മാറുകയും ചെയ്യുന്നു. ബാക്കി ആരുണ്ടാവും? CH3CO- ഉണ്ടാവും അല്ലേ? അസറ്റിക് ആസിഡ് ഓർഗാനിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്. പക്ഷേ അമോണിയ നല്ല സ്ട്രോങ് ബേസ് ആണ്. അമോണിയ സ്ട്രോങ് ബേസ് ആണെങ്കിൽ, അമോണിയ അസറ്റിക് ആസിഡുമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് H+ കൂടുതൽ ശക്തിയിൽ പിടിച്ചെടുക്കും. H+ കൂടുതൽ ശക്തിയിൽ അമോണിയ പിടിച്ചെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് പെട്ടെന്ന് തന്നെ H+ഉം CH3CO- ആയി മാറുന്നു എന്നാണ്. അപ്പൊ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് CH3CO- H+ആയി മാറുന്നു. പക്ഷെ അതിന്റെ സ്പീഡ് വളരെ കുറവാണ്. നോർമലി CH3COH ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് വളരെ കുറവാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ വീക്ക് ആസിഡ്, ഇറ്റ് ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളെല്ലാം ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ അളവ് വളരെ 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 കുറവാണ്. ഒരു 1000 മോളിക്കൂൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 മോളിക്കൂളുകൾ മാത്രമേ CH3CO- H+ ആയിട്ട് മാറത്തുള്ളൂ. പക്ഷേ ഈ CH3COH എന്ന് പറയുന്ന വസ്തു അമോണിയയിലേക്കാണ് ഇടുന്നതെങ്കിൽ അമോണിയ നല്ലൊരു ബേസ് ആണ്. അപ്പൊ അമോണിയ ഇതിൽ നിന്ന് H+ പിടിച്ചെടുക്കുന്നു, വേഗത്തിൽ H+ പിടിച്ചെടുക്കുന്നു. അതിന്റെ ഫലമായി കൂടുതൽ NH4+ ഉണ്ടാവുന്നു. അതിന്റെ ഫലമായി കൂടുതൽ CH3COH സ്പ്ലിറ്റ് ചെയ്ത് CH3CO- H+ ആയി മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അമോണിയയിൽ എടുത്തു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. പക്ഷെ അമോണിയയുടെ പ്രസൻസിൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവിടെ ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അസറ്റിക് ആസിഡ് വാട്ടർ മീഡിയത്തിൽ എടുത്താലോ? അസറ്റിക് ആസിഡ് വാട്ടർ മീഡിയത്തിൽ എടുത്താലുള്ള റിയാക്ഷൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അസറ്റിക് ആസിഡ് വാട്ടർ മീഡിയത്തിലാണ് എടുക്കണമെങ്കിൽ അസറ്റിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത് CH3CO- H+ ആയി മാറും. ഈ H+ വാട്ടറുമായി ചേർന്നിട്ട് എന്താവും? H3O+ ആവും. H3O+ പ്ലസ് CH3CO-. അല്ലേ? ഇവിടെ വാട്ടർ എന്ന് പറയുന്ന ഒരു വീക്ക് ബേസ് ആണ്. പക്ഷെ ഇതെന്താണ്? ഒരു വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ് ആണെങ്കിൽ H+ വാങ്ങിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. H+ വാങ്ങിക്കാനുള്ള കഴിവ് വളരെ കുറവാണെങ്കിൽ ഈ CH3COH സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ അളവ് കുറവാണ്. അതായത് വാട്ടർ മീഡിയത്തിൽ CH3COH ഡിസോസിയേറ്റ് ചെയ്യുന്ന അളവ് കുറവായത് കൊണ്ട് തന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവിടെ ഒരു വീക്ക് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്: അസറ്റിക് ആസിഡ് വാട്ടർ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയിട്ടും, അമോണിയയുടെ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? സ്ട്രോങ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, water is being a weaker base, it will abstract H+ from acetic acid to a very small extent. But in the case of ammonia has more basic power as compared to water. Hence, ammonia will abstract H+ ions from acetic acid as much as faster as compared to in the second case. Compared to that of in the second case. അതുകൊണ്ട് തന്നെ അസറ്റിക് ആസിഡ് അമോണിയയുടെ പ്രസൻസിൽ ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് CH3CO- H+ ആയി മാറുന്നു. സോ അസറ്റിക് ആസിഡ് നല്ലൊരു ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് വാട്ടർ മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ അളവ് വളരെ കുറവാണ്. സോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ആസിഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ പറഞ്ഞു വരുന്നത്, എല്ലാ ആസിഡുകൾക്കും ഒരേ സ്ട്രെങ്ത് അല്ല. ആസിഡുകളുടെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് അത് ഏത് സോൾവെന്റിലാണ് എടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്താണ്. ഇപ്പൊ വാട്ടറിൽ വീക്ക് ആയിട്ടുള്ള ഒരു വസ്തു ആസിഡ് ആണെങ്കിൽ അതേ വസ്തു അമോണിയയിൽ എന്താവാം? സ്ട്രോങ് സ്വഭാവം കാണിക്കാം എന്നാണ് പറഞ്ഞു വന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളൊരു അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഡിസോസിയേഷൻ. ഇപ്പൊ നമ്മൾ സോൾവെന്റ് ആയിട്ട് എടുത്തത് ഏതൊക്കെയാണ്? അസറ്റിക് ആസിഡ് സോൾവെന്റ് ആയിട്ട് എടുത്തു, അതേപോലെ അമോണിയ സോൾവെന്റ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആ സോൾവെന്റ് നോക്കാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF ആ സോൾവെന്റ് നോക്കാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന വസ്തുവിനെ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നു. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഒരു ബീക്കറിൽ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഏത് ആഡ് ചെയ്യുന്നു? നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എടുക്കുന്നു, അതിലേക്ക് എന്താ ആഡ് ചെയ്തു? നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് നല്ല അസിഡിക് സ്വഭാവം കാണിക്കുന്ന ഒരു ആസിഡാണ്. പക്ഷേ
ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെക്കാളും അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ് ആർക്ക് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെക്കാളും അസിഡിക് സ്ട്രെങ്ത് അല്ല, നൈട്രിക് ആസിഡിന് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനെക്കാളും എന്ത് കൂടുതലാണ്? അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. തിരിച്ചാണ്. അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന് ആരെക്കാളും അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്? നൈട്രിക് ആസിഡിനേക്കാളും അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അസിഡിക് സ്ട്രെങ്ത് കൂടിയ ആളെ എപ്പോഴും എച്ച് പ്ലസിനെ കളയത്തുള്ളൂ. അപ്പൊ എച്ച് എഫ് ഡിസോസിയേറ്റ് ചെയ്ത് എച്ച് പ്ലസ് എഫ് മൈനസുമായി മാറും. ഈ എച്ച് പ്ലസിനെ എച്ച് എഫ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് പ്ലസിനെ ആര് വാങ്ങിച്ചേ മതിയാവത്തുള്ളൂ? HNO3 വാങ്ങിച്ചേ മതിയാവത്തുള്ളൂ. അപ്പൊ HNO3 എച്ച് പ്ലസുമായിട്ട് ചേർന്നിട്ട് എന്താവും? H2NO3 പ്ലസ് ആവും. H2NO3 പ്ലസ് ആവും. പ്ലസ് ബാക്കി ആരുണ്ട്? എഫ് മൈനസ് ഉണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. ഹൈഡ്രോഫ്ലോറിക് ആസിഡും എന്താണ്? സ്ട്രോങ് ആസിഡ് ആണ്. പക്ഷേ ആസ് കമ്പയർഡ് ടു നൈട്രിക് ആസിഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ഈസ് മച്ച് സ്ട്രോങ്ങർ ആസിഡ്. ദെൻ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഏതാണോ സ്ട്രോങ് അതായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. എച്ച് എഫ് ഡിസോസിയേറ്റ് ചെയ്യുന്ന എച്ച് പ്ലസ് എഫ് മൈനസ് ആവുന്നു. ഈ എച്ച് പ്ലസിനെ HNO3 വാങ്ങിച്ച് H2NO3 പ്ലസും ബാക്കി എന്തോ ആവുന്നു? എഫ് മൈനസ് ആവുന്നു. അപ്പൊ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ നൈട്രിക് ആസിഡ് നല്ലൊരു സ്ട്രോങ് ആസിഡ് ആണെങ്കിലും നൈട്രിക് ആസിഡ് ഇവിടെ എച്ച് പ്ലസിന് വാങ്ങിക്കുകയല്ലേ. സോ നൈട്രിക് ആസിഡ് ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയാണ്. നൈട്രിക് ആസിഡ് വാട്ടർ മീഡിയത്തിലാണെങ്കിലോ, പക്ഷെ നൈട്രിക് ആസിഡിനെ വാട്ടറിലേക്ക് ഇട്ടാലോ നൈട്രിക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നൈട്രിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് എച്ച് പ്ലസ് NO3 മൈനസും ആവും. ഈ എച്ച് പ്ലസിനെ H2O വാങ്ങിക്കും. എന്നിട്ട് എന്താവും? H3O പ്ലസും എന്തും ആവും? NO3 മൈനസും ആവും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ HNO3 ആണ് ഇവിടെ എച്ച് പ്ലസിനെ കളയുന്നത്. സോ HNO3 ഇവിടെ അസിഡിക് ആണ്. വാട്ടർ ഇവിടെ എച്ച് പ്ലസിനെ വാങ്ങിക്കുന്നു. സോ വാട്ടർ ഇവിടെ എന്താണ്? ബേസിക് ആണ്. വാട്ടർ മീഡിയത്തില് നൈട്രിക് ആസിഡ് നല്ലൊരു ആസിഡാണ്. പക്ഷേ ഹൈഡ്രോഫ്ലോറിക് ആസിഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നൈട്രിക് ആസിഡ് വിൽ ആക്ട് ആസ് എ ബേസ്, ഗുഡ് ബേസ്. അപ്പോൾ ഈ അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് ആണ് എന്നാണ് പറഞ്ഞു. ഇനി നമ്മൾ വാട്ടർ ആസ് എ സോൾവെന്റ് എടുത്ത് നോക്കാം. വാട്ടറിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആസിഡ് ഒഴിക്കുകയാണെന്ന് വെച്ചോളൂ. വാട്ടറിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ആസിഡ് ഒഴിക്കുന്നു. ആസിഡ് സപ്പോസ് ഇറ്റ് വിൽ ബി HA എന്ന് പറയുന്ന ഒരു ആസിഡ് ഞാൻ ഒഴിക്കുന്നു. ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ HA സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസും A മൈനസും ആവും. ഈ H പ്ലസ് H2O കൂടെ ചേർന്നിട്ട് എന്താവും? H3O പ്ലസും പിന്നെ ആരും ഉണ്ടാവും? A മൈനസും ഉണ്ടാവും. ഇവിടെ ആരാണ് വാട്ടറിനേക്കാളും അസിഡിക് ക്യാരക്ടർ ഉള്ള, വാട്ടറിന് അസിഡിക് ക്യാരക്ടർ ബേസിക് ക്യാരക്ടർ ഉണ്ടേ. വാട്ടറിനേക്കാളും അസിഡിക് ക്യാരക്ടർ ഉള്ള ഒരു വസ്തുവാണ് വാട്ടറിലേക്ക് എടുക്കുന്നതെങ്കിൽ ആ വസ്തു എന്തായിട്ട് ആക്ട് ചെയ്യും? അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യും. വാട്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസിക് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് H3O പ്ലസ് A മൈനസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്ന ആസിഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, HCl സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനേക്കാളും അസിഡിക് സ്വഭാവമുള്ളതാണ് HCl-ന്. സോ HCl സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് Cl മൈനസ് ആവും. ഏതിനാണോ അസിഡിക് ക്യാരക്ടർ കൂടുതലുള്ളത് അതായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. HCl സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് Cl മൈനസ് ആവും. ഈ H പ്ലസ് H2O കൂടെ ചേർന്ന് H3O പ്ലസ് ആവും, പ്ലസ് Cl മൈനസ് ആവും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ വാട്ടർ എന്ന് പറയുന്നതിനേക്കാളും അസിഡിക് ക്യാരക്ടർ കൂടിയത് HCl ആയതുകൊണ്ട് HCl ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് ആവുന്നു. HCl ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അസിഡിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. H പ്ലസ് വാങ്ങിക്കുന്നത് കൊണ്ട് വാട്ടർ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഞാനൊരു ബീക്കറിൽ HCl എടുക്കുന്നു, അതിലേക്ക് വാട്ടർ ഒഴിച്ചു വയ്ക്കുന്നു. മറ്റൊരു ബീക്കറിൽ H2O എടുക്കുന്നു, അതിലേക്ക് നൈട്രിക് ആസിഡ് ഒഴിച്ചു വയ്ക്കുന്നു, HNO3 ഒഴിച്ചു വയ്ക്കുന്നു. വേറൊരു ബീക്കറിൽ വാട്ടർ എടുക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് എടുത്ത് വയ്ക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു വയ്ക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതിൽ ഏതിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ? ഒരേ കോൺസെൻട്രേഷനിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ എടുത്ത് 3 സ്ട്രോങ് ആസിഡ് ആണ്. HCl-ന്റെ സ്ട്രെങ്ത് അല്ല നൈട്രിക് ആസിഡിനുള്ളത്. നൈട്രിക് ആസിഡിന്റെ സ്ട്രെങ്ത് അല്ല ഏതിനുള്ളത്? സൾഫ്യൂരിക് ആസിഡിനുള്ളത്. സ്ട്രെങ്ത് വ്യത്യാസമാണ്. ഈ സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി 3ന്റെ സ്ട്രെങ്ത് വ്യത്യാസമാണ് എങ്കിലും 3 സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പൊ 3 സ്ട്രോങ് ആസിഡ്സ് ഞാൻ ഏതിലേക്ക് ഇട്ടു? വാട്ടർ മീഡിയത്തിലേക്ക് ഇട്ടു. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ HCl ഫുൾ ആയിട്ട്, HCl നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് H പ്ലസും Cl മൈനസും ആയിട്ട് മാറും. HNO3 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസും NO3 മൈനസും ആവും. H2SO4 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആയതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് H പ്ലസ് SO4 മൈനസും ആയിട്ട് മാറും. SO4 2 മൈനസ് 2 H പ്ലസ് SO4 2 മൈനസും ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഇതില് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയണുകളായി മാറുകയാണ്. വാട്ടർ മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു സ്ട്രോങ് ആസിഡ് നിങ്ങൾ വാട്ടർ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാലും അത് ഫുള്ളായിട്ട് ഡീകമ്പോസ് ചെയ്ത് H+ അയോണുകളായി മാറുകയാണ്. H+ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോണുകളായി മാറുന്നു വെച്ചാൽ അതിന്റെ എല്ലാം സ്ട്രെങ്ത് ഒരുപോലെ ആവുന്നു എന്നാണ്. HCl-നും HNO3-ക്കും H2SO4-നും ഒക്കെ ഡിഫറന്റ് സ്ട്രെങ്ത് ആണ്, കമ്പാരിറ്റീവ്ലി ഡിഫറന്റ് സ്ട്രെങ്ത് ആണ്. പക്ഷെ ഇതെല്ലാം സ്ട്രോങ് ആസിഡുകളാണ്. എന്ന് വെച്ചാലും ഇവര് എല്ലാം വാട്ടർ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ അയോണുകളായി മാറുന്നു. അതായത് ഇതിന്റെ എല്ലാം കോൺസെൻട്രേഷൻ ഒരുപോലെയായി മാറും. വാട്ടർ മീഡിയത്തിൽ വന്നാൽ ഡിഫറന്റ് സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ് ആസിഡുകളുടെ സ്ട്രെങ്ത് ഒരുപോലെ നമുക്ക് അനുഭവപ്പെടും. ആ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവലിംഗ് എഫക്റ്റ്. അപ്പൊ ലെവലിംഗ് എഫക്റ്റ് എന്താണെന്ന് ഓർത്തോളുക. ലെവലിംഗ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറന്റ് സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ്ങർ ആസിഡുകൾ വാട്ടർ മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായി ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ഫുള്ളായിട്ട് H+ അയോണുകളായി മാറുകയും അതിന്റെ എല്ലാം സ്ട്രെങ്ത് ഒരുപോലെ ആവുകയും ചെയ്യും. വാട്ടർ മീഡിയത്തിൽ എത്ര സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ് എടുത്തിട്ട് കഴിഞ്ഞാലും അതിന്റെ എല്ലാം സ്ട്രെങ്ത് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഫിനോമിനോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവലിംഗ് എഫക്റ്റ്. ഇതിപ്പോ നമ്മൾ ആസിഡ്സിന്റെ കേസ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ ഇതേ ഒരു കൺസെപ്റ്റ് ഏതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? ബേസിസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്പൊ 2 ബേസ് എടുക്കുന്നു, ഒരു 1 എന്ന് പറയുന്ന ഒരു ബേസ്, 2 എന്ന് പറയുന്ന ഒരു ബേസ് ആണെന്ന് വിചാരിക്കുക. ഈ 2 ബേസ്, ഇത് രണ്ടും ബേസിക് സ്വഭാവം കാണിക്കുന്ന 2 വസ്തുക്കളാണ്. ഇതിനെ രണ്ടിനെയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുക. കമ്പാരിറ്റീവ്ലി ഇതിന് ബേസിക് സ്ട്രെങ്ത് കൂടുതലാണ്, ഇതിന് ബേസിക് സ്ട്രെങ്ത് കുറവാണ്. എങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടിയ ആള്, ബേസിക് സ്ട്രെങ്ത് ഹൈലി ബേസിക് ആയിട്ടുള്ള ആള് ബേസിക് സ്വഭാവവും, ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞ ആള് എന്ത് സ്വഭാവവും കാണിക്കും? അസിഡിക് സ്വഭാവവും കാണിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ലെവലിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ബേസുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്പൊ NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് 2 ബേസ് ആണ്, നല്ല സ്ട്രോങ് ബേസുകളാണ്. പക്ഷെ ഇതിലെ നമ്മൾ വാട്ടർ മീഡിയത്തിലോട്ട് ഇടുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ സ്ട്രെങ്ത് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് ഫുൾ ആയിട്ട് എന്ത് ചെയ്തു പോകും? ഡിസോസിയേറ്റ് ചെയ്ത് OH- അയണുകളായി മാറും. അപ്പൊ ഡിഫറന്റ് സ്ട്രോങ്ങർ ബേസസ് വാട്ടർ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവയുടെ എല്ലാ സ്ട്രെങ്ത് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനെ ലെവലിംഗ് എഫക്ട് ഓഫ് ബേസസ് എന്ന് വിളിക്കും. ലെവലിംഗ് എഫക്ട് റിലേറ്റഡ് ടു ബേസസ് എന്ന് വിളിക്കും. ഡിഫറന്റ് സ്ട്രോങ്ങർ ആസിഡുകൾ വാട്ടർ മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെയും എല്ലാ സ്ട്രെങ്ത് ഒരുപോലെ ഇരിക്കും. അതിനെയും നമുക്ക് ലെവലിംഗ് എഫക്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ലെവലിംഗ് എഫക്ട് എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ മീഡിയത്തിലാണ് നമ്മൾ ലെവലിംഗ് എഫക്ട് പറയുന്നത്. വാട്ടർ മീഡിയത്തിൽ ഏത് സ്ട്രോങ്ങർ ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ഒരുപോലെ ഫീൽ ചെയ്യും. സ്ട്രോങ്ങർ ബേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സ്ട്രെങ്ത് ഒരുപോലെ ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലെവലിംഗ് എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ഈ അസിഡിക് ബേസിക് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു വസ്തു എപ്പോഴും അസിഡിക് ആവണം എന്ന് നിർബന്ധമില്ല. ഒരു വസ്തു എപ്പോഴും ബേസിക് ആകണമെന്ന് നിർബന്ധമില്ല. ഏത് സോൾവെന്റിലാണ് അത് എടുത്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു വസ്തു അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ ബൈ.